എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? സഖാവ് ഗോവിന്ദൻ മാഷും സഖാവ് എം എ ബേബിയും സഖാവ് പിണറായി വിജയനും കൂടി ആലോചിച്ച് ഒരു ചികിത്സ പറഞ്ഞാൽ ആ ചികിത്സയാണ് പരിയാരം മെഡിക്കൽ കോളേജിലല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും സഖാവ് വീണ ജോർജിന് കിട്ടേണ്ടത്. അത് മാത്രമേ വാസ്തവം. അപ്പം അങ്ങനെ ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ പല അത്ഭുതങ്ങളും സംഭവിക്കുന്നു. നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായതുമില്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാവില്ല. എനിക്ക് പിന്നെ ഈ സംവിധാനത്തിന്റെ ഭാഗമായി കുറെ നാൾ പ്രവർത്തിച്ച ആളെന്നുള്ള എനിക്ക് കുറച്ചൊക്കെ ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അന്തർധാര പലതും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ നടക്കേണ്ടത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അപ്പോൾ വീണ ജോർജിന് ഈ KSUക്കാരുടെ അക്രമത്തിൽ പരിക്ക് പറ്റിയെങ്കിൽ എന്ത് പരിക്കാണ് പറ്റിയത്, ആ പരിക്കിന് ഏത് ആശുപത്രിയിൽ എന്ത് തരം ചികിത്സയാണ് കൊടുക്കേണ്ടത് എന്ന് പാർട്ടി തീരുമാനിക്കും. ഈ പാർട്ടി എന്നതിന് അടി ഇക്കണക്കിന് പോയാൽ ഈ മന്ത്രിസഭ താഴെ വീഴും. അങ്ങനെ പാർട്ടി ഒരു തീരുമാനം എടുത്തേണ്ടി വരും. ആ തീരുമാനം അനുസരിച്ചിട്ടുള്ള ബുള്ളറ്റിനാണ് നിങ്ങളിപ്പോൾ നേരത്തെ വായിച്ചത്, ഇപ്പോൾ വായിച്ചത്, ഇനി വായിക്കാൻ പോകും. ശശി പാർട്ടി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്. അതൊക്കെ പാർട്ടിയുടെ ഹിതവും പ്രിയവും അനുസരിച്ച് പാർട്ടി ഓഫീസിൽ നിന്ന് തീരുമാനിക്കുന്ന ചികിത്സയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി. ഉടായിപ്പല്ലേ? എത്ര നാളിനുള്ളിൽ ഇവരുടെ അസുഖം മാറണം എന്നൊക്കെ ഇവർ നിയമസഭയിൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഹാജരാകണം എന്ന കാര്യവും പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ അലംഘ്യമാണ്, കല്ലെ പിളർക്കുന്ന കൽപ്പനയാണ്. അത് അംഗീകരിക്കുകയും അതനുസരിച്ചുള്ള ചികിത്സ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ജോലി മാത്രമേ ഡോക്ടർ അതനുസരിക്കുന്ന ഉത്തരവാദിത്തമാണ് വീണ ജോർജിനുള്ളത്. വീണ ജോർജിനോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനോ മക്കൾക്കോ ആർക്കും ഇന്ന രീതിയിലുള്ള ചികിത്സ കൊടുക്കണം എന്ന് നിർബന്ധിക്കാനുള്ള അധികാരമോ അവകാശമോ ഇല്ല. അതാണ് ഈ പാർട്ടി സംവിധാനം. ഈ പാർട്ടി സംവിധാനത്തിൽ ഇതുപോലെയുള്ള പല അസുഖങ്ങളും ഉണ്ടാകാതിരിക്കും. അതിനെവിടെ ചികിത്സിക്കണം എന്നുള്ള കാര്യം പാർട്ടി തീരുമാനിക്കും. ശ്രീ ജയശങ്കർ, നമ്മുടെ അന്വേഷണത്തിന് അറുതിയായിട്ടുണ്ട്. മന്ത്രി എവിടെയെന്നുള്ളത് മന്ത്രി വീണ ജോർജിന്റെ മാർച്ച് 2-ാം തീയതി വരെയുള്ള പരിപാടികൾ മാറ്റിവെച്ചു. അവരുടെ ഓഫീസ് ഇറക്കിയ വാർത്താക്കുറിപ്പാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ മാർച്ച് 2-ാം തീയതി വരെയുള്ള പരിപാടികൾ മാറ്റിവെച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മന്ത്രിയെ മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശാനുസരണം ഡിസ്ചാർജ് ചെയ്തിരുന്നു. 4 ദിവസം പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്നുകൾ തുടരുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഫോളോ അപ്പ് ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിലെ വീട്ടിലാണ് മന്ത്രി വിശ്രമത്തിലുള്ളത്. ഞാൻ പറഞ്ഞില്ലേ മന്ത്രി ഒന്നുകിൽ പുഷ്പഗിരിയിലായിരിക്കും അല്ലെങ്കിൽ ബിലീവേഴ്സിലായിരിക്കും, മിക്കവാറും പത്തനംതിട്ടയിലെ വീട്ടിലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. എനിക്കത് അറിയാം. വീണ ജോർജ് മന്ത്രി അവിടെ മുമ്പും പാർട്ടിയിൽ ചേരുന്നതിന് മുമ്പും സഖാവാകുന്നതിന് മുമ്പ് എനിക്ക് ആ മഹതിയെ പരിചയമുണ്ട്. അത് പിന്നെ അറിയില്ലേ. ഞങ്ങൾ ഇന്ത്യ വിഷൻ ചാനലിൽ കുറക്കാലം ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് വീണ ജോർജിൻ്റെ അസുഖത്തിൻ്റെ രീതി എന്തായിരിക്കും, അതിൻ്റെ ചികിത്സയുടെ ഒരു സങ്കേതം എന്തായിരിക്കും എന്നൊക്കെ എനിക്ക് ഊഹിച്ച് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും ഒരു വീട്ടിൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല. ഇതിന്റെ അപ്പുറം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് എന്ന് പിന്നെ മനസ്സിലാക്കിയാൽ മതി. കാരണം വീണ ജോർജിനേക്കാൾ മുമ്പ് ഈ പാർട്ടി സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ ആളാണ് ഞാൻ. ഇതുപോലെ മറ്റ് പല അസുഖങ്ങളും അതിന് മറ്റ് പലതരത്തിലുള്ള ചികിത്സകളൊക്കെ എനിക്കറിയാം. ഒരു ശത്രുവിനെ ആൾ വളർത്തുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷെ എൻ്റെ സംശയം ശ്രീ ജയശങ്കർ, ഞാൻ നേരത്തെ വായിച്ച ഈ 13 ഡോക്ടർമാരടങ്ങുന്ന സംഘം നിരന്തര നിരീക്ഷണം ആവശ്യമായതിനാൽ ICUവിൽ തന്നെ ചികിത്സ തുടരുവാൻ ബോർഡ് തീരുമാനിച്ചു. നിലവിലുള്ള ശാരീരികാവസ്ഥയിൽ യാത്ര അനുവദനീയമല്ലാത്തതിനാൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ICUവിൽ തന്നെ തുടരാൻ നിർദ്ദേശിച്ചു. അത് കഴിഞ്ഞ് പുലർച്ചെ ആയപ്പോഴേക്കും മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശാനുസരണം മന്ത്രിയെ ഡിസ്ചാർജ് ചെയ്തു എന്നാണ് അവരുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ICUവിൽ നിന്ന് അവരെ ഡിസ്ചാർജ് ചെയ്യാൻ ഈ മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചു എന്ന് കേൾക്കുമ്പോഴുള്ള ഒരു അത്ഭുതം കൊണ്ടാണ് ശ്രീ ജയശങ്കർ. ഈ പാഴ്നാടകത്തിന്റെ കാലം കുറിക്കുന്ന കൈ വിധിയുടേത് മാത്രം. അതല്ലേ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ പാർട്ടിയെ പറ്റി ഒന്നും അറിയില്ലെന്നുള്ളത്. സഖാവ് വീണ ജോർജിന് എന്ത് ചികിത്സ കൊടുക്കണമെന്നുള്ളത് പാർട്ടി ആലോചിച്ച് തീരുമാനിച്ചു. സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ, സഖാവ് എം എ ബേബി, സഖാവ് പിണറായി വിജയൻ, ഒരുപക്ഷെ സഖാവ് പ്രഭാവർമ്മ, ഇവരെ കൂടി ആലോചിച്ചു. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. പരിയാരത്ത് കിട്ടുന്നേക്കാളും വിദഗ്ധ ചികിത്സ പത്തനംതിട്ടയിൽ അവരുടെ വീട്ടിലാണ് കിട്ടുന്നത്. അതിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ
ഒരു മേൽനോട്ടം ഉണ്ടായാൽ മതിയും തീരുമാനിക്കും. അങ്ങനെയുള്ള സ്റ്റാലിന് ഗുളിക കൊടുക്കണോ ഇഞ്ചക്ഷൻ കൊടുക്കണോ എന്ന് പാർട്ടി തീരുമാനിച്ചത്. നിങ്ങൾ ഈ ചരിത്രമൊക്കെ പഠിക്കണം. നമ്മുടെ പാർട്ടിയുടെ ചരിത്രം എന്ന് വെച്ചാൽ അത്ര എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇനി രക്ഷയില്ല. നമ്മൾ അവസാനം മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ സകല CPM നേതാക്കന്മാരും പറഞ്ഞതുപോലെ KSUക്കാർ ഈ ആരോഗ്യമന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യം ഇതുവരെ അവർക്ക് പുറത്തുവിടാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവമില്ല. ഇനി ഈ പറഞ്ഞ പോലെ വിപ്ലാഷ് ഇഞ്ചുറി, എന്താണോ ആ പേര്, അതുപോലെയുള്ള ഇഞ്ചുറി ആണെങ്കിൽ, പെട്ടെന്ന് ഇപ്പോൾ വെട്ടിത്തിരിഞ്ഞതാണെങ്കിൽ ചിലപ്പോൾ സംഭവിക്കും. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. ഇനി അതിനപ്പുറത്ത് പിടിവലിക്കിടയിൽ ഉണ്ടായതാണെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ചുറ്റും നിന്നതും അവരുടെ പിടിവലി നടത്തിയതും അവരുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടതും ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. എന്നെ സംശയിക്കരുത്. വേദന നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല. വേദന അനുഭവിക്കുന്ന ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് വേദന ഉണ്ടായോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മുൻകാല അനുഭവങ്ങളിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഷുക്കൂർ വധക്കേസിലായിരുന്നു എന്ന് തോന്നുന്നു, P. ജയരാജനും ബോധക്കേട് വന്നിട്ട് ആംബുലൻസിലായിരുന്നു പിന്നെ കുറെ കാലം യാത്ര. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം വന്നപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശങ്കർദാസ് പിന്നെ ഹോസ്പിറ്റലിലായിരുന്നു കുറച്ചു കാലം. അപ്പൊ അങ്ങനെ കുറെ പേർക്ക് ഇങ്ങനെ വരും. അപ്പൊ ഇവരുടെ വേദനയൊന്നും അളക്കാൻ പറ്റുന്ന മെഷീനൊന്നും നമുക്കില്ല, നമുക്കറിയാം. യാത്ര ചെയ്യാൻ പാടില്ലാത്ത ഇത്രയും ഗുരുതരമായിട്ടുള്ള ICUവിൽ കിടക്കേണ്ട രോഗി എന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ നിരന്തരം ഇറക്കിക്കൊണ്ടിരുന്ന മന്ത്രി എന്തുകൊണ്ടാണ് ഇന്ന് വെളുപ്പിന് 4 മണിക്ക് അവിടുന്ന് ഇന്നോവ കാറിൽ 1,500 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്തത്? ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, എന്തുകൊണ്ടാണ് ഒരു എയർ ആംബുലൻസ് ഉപയോഗിക്കണ്ടേ? ഇവരെ കിടത്തിക്കൊണ്ടുപോകണ്ടേ? ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിടത്തിക്കൊണ്ടുപോയ മന്ത്രി ഇത്രയും ഗുരുതരമായിട്ടുള്ള ഇഞ്ചുറി കണ്ടെത്തിയതിനു ശേഷം ഈ തീരാവേദനയിൽ പിടയുന്നു എന്ന് CPM നേതാക്കന്മാർ വിലപിക്കുന്ന സമയത്ത് ഈ മന്ത്രി വെളുപ്പാങ്കാലത്ത് ആളുകൾ ആരും കാണാതെ ഇന്നോവ കാറിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിന്റെ അത് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ? അപ്പൊ ഇവര് പറയുന്നത് കള്ളമാണോ അഭിനയമാണോ എന്നുള്ള സംശയം ഉണ്ടാകും. ആ സംശയം ബലപ്പെടുന്ന രീതിയിലാണ് ഈ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഓരോ സംഭവം. 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. കാരണം 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് മുമ്പ് എൻട്രൻസിൽ വെച്ചുണ്ടായ കരിങ്കൊടി പ്രതിഷേധത്തിന് ശേഷം 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് അവർ നടന്നു വരുന്ന സമയത്ത് പോലീസുകാർ മാധ്യമ പ്രവർത്തകരോട് പറയുന്ന ഒരു വാക്കുണ്ട്, മന്ത്രിയെ പ്രകോപിപ്പിക്കില്ലേ, മന്ത്രിയെ പ്രകോപിപ്പിക്കില്ലേ എന്ന്. മന്ത്രിയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർ ഒഴിഞ്ഞു മാറിയപ്പോൾ അവർ നടന്ന് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് ഓവർബ്രിഡ്ജ് കയറി 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയതിനു ശേഷം AM ഷംസീറാണ് കണ്ടെത്തുന്നത്. കേരളത്തിൽ ഇപ്പൊ പുതിയൊരു സർജനാണ് AM ഷംസീർ. നോക്കി കണ്ടുപിടിക്കും. അതായത് കഴുത്തില് പരിക്ക്, ഗുരുതരമായ പരിക്ക് കശേരുക്കൾ കൊണ്ട് എന്ന് നോക്കി കണ്ടുപിടിച്ച ഷംസീറിന്റെ ഉപദേശപ്രകാരം മുഖ്യമന്ത്രി വിളിക്കുന്നു. വേദനയുണ്ടെന്ന് മന്ത്രി പറയുന്നു. അതുവരെ ഓർമ്മയില്ലാത്ത വേദന അപ്പം മന്ത്രിക്ക് വരുന്നു. വേദനയ്ക്ക് ശേഷം അവരെ പിന്നെ ആശുപത്രി കൊണ്ടുവന്നു, പിന്നെ സ്ട്രെച്ചറിൽ കിടത്തുന്നു, ICUവിൽ കിടത്തുന്നു. പിന്നെ ഇത് മൊത്തം വേറെ രീതിയിലായി. പറഞ്ഞ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി കലാപാഹ്വാനം നടത്തുന്നു, കലാപം നടക്കുന്നു, ബോംബേർ നടക്കുന്നു, വലിയ ബഹളം. ഇതെല്ലാം കഴിഞ്ഞപ്പോ മന്ത്രിക്ക് ഗുരുതരമായ അവസ്ഥയാണെന്ന് പറയുന്നു. മന്ത്രിയുടെ ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് നഴ്സുമാർ ചുറ്റും നിന്നിട്ട് സെൽഫി എടുത്ത് പുഞ്ചിരി വന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇതൊന്നും എല്ലാം ശേഷം ഇന്നലെ രാത്രി നമ്മൾ അറിയുന്നത് ഗുരുതരാവസ്ഥയിൽ തുടരുന്ന മന്ത്രി. ഞാൻ വിചാരിച്ച ഈ മിന്നാരം സിനിമയിലെ ശോഭനയ്ക്ക് മരുന്നെത്തിക്കുന്നത് പോലെ അമേരിക്കയിൽ നിന്ന് വല്ല പ്രത്യേക മരുന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പോലും നമ്മൾ സംശയിക്കുന്ന ഗതികേടിൽ അത്രയും ഗുരുതരാവസ്ഥയിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കിടക്കുന്നു. ഇത്രയും ഗുരുതരാവസ്ഥയിലായ മന്ത്രി എങ്ങോട്ട് പോയി? മന്ത്രിക്ക് ആരാണ് ഈ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഡിസ്ചാർജ് കൊടുത്തത്? കേരളത്തിലെ ആശുപത്രിയിൽ വെളുപ്പിന് 4 മണിക്ക് ഡിസ്ചാർജ് കൊടുക്കുന്ന പദ്ധതി ഉണ്ടോ? അത് മറ്റു ആളുകൾക്ക് അനുവദനീയമാണോ? അപ്പൊ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു രോഗി, യാത്ര അനുവദനീയമല്ലാത്ത ഒരു രോഗി കേരളത്തിലെ ആരോഗ്യ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി തന്നെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കണം. പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.